മോർണിംഗ്. മെയിൻ പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെമ്മയാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പകുതി വരെ നമ്മൾ ചെയ്ത് നിർത്തി. ലെമ്മ പറയുന്നത് എത്രയേ ഉള്ളൂ, ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ എ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ആവുന്ന രീതിയിൽ ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ എക്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ റൂട്ട് എന്ന് വിളിക്കാനും പറ്റും. അതാണ് പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എനെ A1 വെച്ച് റീപ്ലേസ് ചെയ്യും. വേർ A1 ഈക്വൽ ടു എ ബൈ നോം എ. ക്ലിയർലി A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ബി ഈക്വൽ ടു ഐ മൈനസ് എ എന്നും വൈ ഈക്വൽ ടു ഐ മൈനസ് എക്സ് എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്ക് ഐ മൈനസ് ബി എന്നും എക്സിന് ഐ മൈനസ് വൈ എന്നുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആയപ്പോൾ തന്നെ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നും പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സിനെ വൈയുടെ ടേംസിലും എനെ ബിയുടെ ടേംസിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ y ഈക്വൽ ടു ബി പ്ലസ് വൈ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് y, അതായത് എക്സ് ഈക്വൽ ടു ഐ മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് കിട്ടണമെങ്കിൽ നമുക്ക് വൈനെ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് y ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് y ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു ബി പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ബൈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പം അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. y(n+1) ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് വൈ എൻ സ്ക്വയർ ആൻഡ് y0 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നോൺ നെഗറ്റീവ് ആണെന്നും അതുപോലെ തന്നെ ഇതിൽ ഓരോ എലമെൻറ്റ്സും പോളിനോമിയൽസ് ഇൻ ബി വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഓരോ എലമെൻറ്റ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കാര്യം കൂടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, yn മൈനസ് yn-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന സീക്വൻസ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y2 എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നുള്ള ഫോമാറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് 6.3.2 അപ്ലൈ ചെയ്തിട്ട് ഇതിനൊരു സ്ട്രോങ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റും. ആ സ്ട്രോങ് ലിമിറ്റ് നമ്മൾ ഇന്നലെ y ഇൻഫിനിറ്റി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ലാസ്റ്റ് y ഇൻഫിനിറ്റി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് വൈ ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അതായത് നമ്മളവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഇക്വേഷനെ അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ആര്, y ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടിയ സൊല്യൂഷനാണ് y ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഐ മൈനസ് വൈക്ക് പകരം നമ്മൾ എക്സ് ഈക്വൽ ടു ഐ മൈനസ് വൈ ഇൻഫിനിറ്റി. അപ്പോൾ ഇതായിരിക്കും നമ്മൾ റൂട്ട് ആയിട്ട് വരുന്ന എക്സ് എന്ന് പറയുന്നത്. ഇനി എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സിനെ കണ്ടുപിടിച്ചത്. അത് മാത്രമായ പോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും വേണം. നമുക്കറിയാം ഈ പറയുന്ന സ്ട്രോങ് y ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്ട്രോങ് ലിമിറ്റാണ്. ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഓരോന്നും പോളിനോമിയൽസ് ഇൻ ബി വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസും അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും വാല്യൂ 0ക്കും ഐക്കും ഇടയിലായിരുന്നു. ദെർഫോർ y ഇൻഫിനിറ്റിയുടെ വാല്യൂ 0ക്കും ഐക്കും ഇടയിലാവും. എക്സ് ഈക്വൽ ടു ഐ മൈനസ് വൈ ഇൻഫിനിറ്റി ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ എക്സ് യുണീക്ക് ആണെന്നും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷനും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫോർ എവറി സി സച്ച് ദാറ്റ് എ സി ഈക്വൽ ടു സി എ നമുക്ക് പോളിനോമിയൽ പി ഓഫ് എ ഇൻറ്റു സി ഈക്വൽ ടു സി ഇൻറ്റു പി ഓഫ് എ എന്ന് പറയാനായിട്ട് കഴിയും. ആൻഡ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ആയതുകൊണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ്, അതായത് എക്സ് ഈസ് എ പോളിനോമിയൽ ഇൻ ബി എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ബി ഈക്വൽ ടു ഐ മൈനസ് എ ആയതുകൊണ്ട് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഇൻ എ എന്നും നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ പി ഓഫ് എക്ക് പകരം നമുക്ക് എക്സ് എടുത്താൽ എക്സ് ഈക്വൽ ടു സി എക്സ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ കണ്ടീഷൻ അവിടെ എഴുതി വയ്ക്കാൻ നമുക്ക് യൂണിക്നെസ് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂണിക്നെസ് പ്രൂവ് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ആവുന്ന രീതിയിൽ മറ്റൊരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ x1 എക്സിസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 ഈക്വൽ ടു എക്സ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ട കാര്യം x1 x ഈക്വൽ ടു x(x1) ആണെന്നുള്ളതാണ്. x1 x ഈക്വൽ ടു ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി ഈക്വൽ ടു സി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സി എക്സ് ആവുന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സി ഈക്വൽ ടു ഈ സി ഈക്വൽ ടു x1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നിന്ന് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് x1 ഈക്വൽ ടു
എ സി ഈക്വൽ ടു സി എയിൽ സിക്ക് പകരം x1 കൊടുത്തു കഴിഞ്ഞാൽ AX1 ഈക്വൽ ടു x1 എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 ഈക്വൽ ടു x1x എന്നും പറയാനായിട്ട് കഴിയും. അപ്പോൾ ആ കണ്ടീഷൻ കിട്ടണമെങ്കിൽ AX1 ഈക്വൽ ടു എന്താവണം, x1a ആവണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. x1a നമ്മൾ കൺസിഡർ ചെയ്തു. എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, x1² കൊടുക്കാം. അപ്പോൾ ഇത് x1³ ആയിട്ട് മാറും. അതിന് നമുക്ക് x1² ഇൻറ്റു x1 എഴുതാനായിട്ട് കഴിയും. x1² നമുക്ക് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1a ഈക്വൽ ടു AX1 അല്ലെങ്കിൽ AX1 ഈക്വൽ ടു x1a. അങ്ങനെയാണെങ്കിൽ ഈ മുകളിൽ എഴുതി വെച്ച കണ്ടീഷനിൽ c ഈക്വൽ ടു x1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x1 ഈക്വൽ ടു x1x എന്ന് പറയാനായിട്ട് കഴിയും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത് യുണീക്ക് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നോം x മൈനസ് x1 ഇൻറ്റു x² കൺസിഡർ ചെയ്യാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, നോം x² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് x ആണ്. അപ്പോൾ ആ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് x മൈനസ് x1x x മൈനസ് x1x എന്ന് എഴുതാൻ പറ്റും. സിമെട്രിയുടെ സിമെട്രിക് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് x മൈനസ് x1² xx എന്ന് എഴുതാനായിട്ട് കഴിയും. ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x മൈനസ് 2x1x പ്ലസ് x1² xx എന്ന് എഴുതാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് x² മൈനസ് 2. നമ്മളിവിടെ തൊട്ട് മുമ്പത്തെ കണ്ടീഷനിൽ x² ഈക്വൽ ടു xx1 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു y ഈക്വൽ ടു x മൈനസ് x1 ഇൻറ്റു x എന്ന് ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് xy/yയും ഇന്നർ പ്രൊഡക്റ്റ് x1y/yയും എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് സം ചെയ്യാൻ പറ്റും. ഇന്നർ പ്രൊഡക്റ്റ് ലീനിയറിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് ഇന്നർ പ്രൊഡക്റ്റ് x പ്ലസ് x1y/y എന്ന് എഴുതാൻ പറ്റും. x പ്ലസ് x1 വൈക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x പ്ലസ് x1 ഇൻറ്റു x മൈനസ് x1 xy എന്ന് എഴുതാൻ പറ്റും. x പ്ലസ് x1 ഇൻറ്റു x മൈനസ് x1 എന്താണ്, x² മൈനസ് x1² ആണ്. x²ഉം a ആയിരുന്നു, x1²ഉം a ആയിരുന്നു. അപ്പോൾ നമുക്ക് a മൈനസ് a ഇൻറ്റു xy എന്ന് കിട്ടും. a മൈനസ് a 0 ആണ്. അപ്പോൾ നമുക്ക് 0y എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നുണ്ടാവുക. ഇന്നർ പ്രൊഡക്റ്റിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് 0 ആയിക്കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ്, 0 ആയിരിക്കും വരുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ രണ്ട് ടേംസിൻ്റെ സമ്മ് 0 ആണെന്നാണ്. നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് 0 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ടേംസും എന്തായാലും പറ്റുള്ളൂ, 0 ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നർ പ്രൊഡക്റ്റ് x/y ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് 0 ആണെന്ന് പറയാൻ പറ്റും. വൈക്ക് നമ്മൾ x മൈനസ് x1 ഇൻറ്റു x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ x ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² മൈനസ് xx1 x0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x² ഈക്വൽ ടു xx1 എന്ന് പറയാനായിട്ട് കഴിയും. ഈ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണത്. xx1 പകരം നമ്മൾ x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ x² മൈനസ് 2x² പ്ലസ് x1² ഇൻറ്റു xx നമുക്ക് കിട്ടും. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ x1² മൈനസ് x² xx എന്നായിട്ട് മാറും. x1² x² a ആണ്. അപ്പോൾ നമുക്ക് a² മൈനസ് a² എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പം നോം x മൈനസ് x1 ഇൻറ്റു x² നമുക്ക് 0 എന്ന് കിട്ടി. ദെർഫോർ നോം 0 ആണെങ്കിൽ ഈ എലമെൻറ്റ് 0 ആയാലേ പറ്റുള്ളൂ. അതായത് x മൈനസ് x1 ഇൻറ്റു x 0 ആയാലേ പറ്റുള്ളൂ. ദിസ് ഈസ് ട്രൂ ഫോർ എവറി x ബിലോങ്സ് ടു h. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x മൈനസ് x1 എന്ന് പറയുന്ന ഓപ്പറേറ്റർ 0 ആണ്. ദാറ്റ് ഈസ് x മസ്റ്റ് ബി ഈക്വൽ ടു x1. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള x നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന x എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് കൊറോളറി 6.3.5. ഇനി അതിൻ്റെ ഒരു കൊറോളറി 6.3.6 ഉണ്ട്. അതെന്താ പറയുന്നത് നോക്കാം. എ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന നോൺ നെഗറ്റീവും ഇന്നർ പ്രൊഡക്റ്റ് AXX ഈക്വൽ ടു 0യും ആണെങ്കിൽ AX എന്തായാലേ പറ്റുള്ളൂ, 0 ആയാലേ പറ്റുള്ളൂ. ഓക്കെ, എന്താ പറയുന്നത്, എ ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്ററും ഇന്നർ പ്രൊഡക്റ്റ് AXX 0 ആണെങ്കിൽ AX എന്തായാലേ പറ്റുള്ളൂ, 0 ആയാലേ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് AXX ഈക്വൽ ടു 0 എന്നും A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. ഇന്നർ പ്രൊഡക്റ്റ് AXXന് നമുക്ക് എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, A നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, A നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് റൂട്ട് A ഈക്വൽ ടു x ആവുന്ന രീതിക്ക് റൂട്ട് A ഈക്വൽ ടു x ആവുന്ന രീതിക്ക് ഒരു x ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താണ് എങ്ങനെ, റൂട്ട് A ഇൻറ്റു റൂട്ട് A എന്ന് പറഞ്ഞിട്ട് എനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താണ്. അത് നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് A ഇൻറ്റു റൂട്ട് A ഇൻറ്റു റൂട്ട് AXX എന്ന് കിട്ടും ഈക്വൽ ടു 0 എന്ന്.
ആൻഡ് സിമെട്രിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് റൂട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്താണ് 0 ആണ്. അപ്പോൾ റൂട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് എക്സ് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഇതെന്താണ് എ ആണ്. അപ്പോൾ എ എക്സ് ഈക്വൽ ടു 0. നമുക്കിത് എല്ലാത്തിനും എ നോൺ നെഗറ്റീവും ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ 6.3.5 വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി കൊറോളറി 6.3.4 ഉണ്ട്. ഇതെന്താ പറയുന്നതെന്ന് നോക്കാം. എയും ബിയും നോൺ നെഗറ്റീവും എ ബി ഈക്വൽ ടു ബി എയും ആണെങ്കിൽ, അതായത് എ ബി രണ്ട് നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് ആണ്, അവർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബിയും നോൺ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെമ്മ 6.3.5 വെച്ചിട്ട് നമുക്ക് ഏതൊരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ എടുത്താലും അതിനൊരു പോസിറ്റീവ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഓക്കെ, നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് പകരം എന്ത് പ്രൂവ് ചെയ്താൽ മതി, നോൺ നെഗറ്റീവിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഇന്നർ പ്രോഡക്റ്റ് എ ബി എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എ ബി എക്സ് എക്സ് കൺസിഡർ ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനെ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ബി എക്സ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സിമെട്രിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ സൈഡിലോട്ട് പോയിട്ട് റൂട്ട് എ ബി എക്സ് റൂട്ട് എ എക്സ് എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് പിന്നെ ബിയും എയും കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിയും റൂട്ട് എയും കമ്മ്യൂട്ട് ചെയ്യും. അത് നമ്മൾ 6.3.5 ലാസ്റ്റ് മോറോവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റൂട്ട് എ ബിക്ക് പകരം ബി റൂട്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ബി റൂട്ട് എ എക്സ് റൂട്ട് എക്സ് എന്ത് കിട്ടും ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്കറിയാം ഈ പറയുന്ന ബി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോൺ നെഗറ്റീവിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇന്നർ പ്രൊഡക്റ്റ് ബി എക്സ് എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ ഏത് എക്സുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മൾ റൂട്ട് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ബി ഇൻറ്റു റൂട്ട് എക്സ് അപ്പം ബി നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് ഇന്നർ പ്രൊഡക്റ്റ് എ ബി എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് എ ബി എന്ത് കിട്ടും, നോൺ നെഗറ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ എയും ബിയും നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സും അവർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററും നോൺ നെഗറ്റീവ് ആവും. ഇതാണ് 6.3.4 പറയുന്നത്. ഇനി നമുക്ക് മെയിൻ പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്യാം.